കർണാടകയിലെ ചിക്കമംഗളൂരു, ഷിമോഗ ജില്ലകളിലായി പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു സംരക്ഷിത വനമേഖലയാണ് ഭദ്ര ടൈഗർ റിസർവ്. അങ്ങോട്ടേക്കാണ് നമ്മളുടെ ഇന്നത്തെ ഒരു യാത്ര. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എങ്ങനെയാ യാത്ര തുടങ്ങുമല്ലേ? നമ്മുടെ ഭദ്ര ടൈഗർ റിസർവിൽ പ്രധാനമായിട്ടും 2 സഫാരി പോയിന്റുകളാണുള്ളത്, മുത്തോടിയും ലക്കവള്ളിയും. നമ്മൾ ഇന്ന് ലക്കവള്ളിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ വിഷ്വലി കാണുന്നതാണ് ലക്കവള്ളി സോണിലെ സഫാരി പോയിന്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ബുക്കിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചതിന് ശേഷമാണ് നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്യുക. ഭദ്ര ടൈഗർ റിസർവിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ 2 തരത്തിലുള്ള സഫാരികൾ അവൈലബിൾ ആണ്. ഒന്ന് ഫോറസ്റ്റ് സഫാരിയും മറ്റൊന്ന് ബോട്ട് സഫാരിയുമാണ്. രണ്ടിൻ്റെയും കാഴ്ചകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഈ ഒരു കോമ്പൗണ്ടിൽ കണ്ട വ്യത്യസ്തമായൊരു കാഴ്ചയാണ് കേട്ടോ. ഒരു വലിയ മൺകൂന വളരെ റെയറായിട്ട് തോന്നിയത് കൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്തു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും നമ്മുടെ സഫാരി ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ സഫാരി ഓപ്ഷൻസ് എന്ന് പറയുമ്പം JLRും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സഫാരി ഉണ്ട്. JLRൽ സ്റ്റേയും സഫാരി ഉണ്ട്. ഏകദേശം 3 മണിക്കൂറാണ് അതിൻ്റെ സഫാരി സമയം വരിക. നമ്മൾ എടുത്തിട്ടുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സഫാരിയാണ്. ഇത് മോർണിംഗും ഈവനിങ്ങും 1.5 മണിക്കൂർ വീതമുള്ള 2 സഫാരികളാണ് ഉള്ളത്. ഏകദേശം 700 രൂപയാണ് ഒരാൾക്ക് ഒരു സഫാരിക്ക് വരുന്ന ചാർജ്, പ്ലസ് 700 രൂപ ക്യാമറ ചാർജും കൂടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ബസ് സഫാരിക്കാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 580 രൂപയാണ്. കാട്ടിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള കുറച്ച് മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സുന്ദരമായിട്ടുള്ള കൃഷിയിടങ്ങളാണ് ഇവിടെ മുഴുവനും. ലക്കവള്ളിയിലെ ഈ ഒരു ഗ്രാമഭംഗി ശരിക്കും ആസ്വദിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സഫാരിയാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ജീപ്പ് സഫാരിയിൽ മിനിമം 6 പേരെങ്കിലും ഉണ്ടാവണം. അതുപോലെ തന്നെ മാക്സിമം ഒരു 10 പേര് വരെ ആകാം. അങ്ങനെ നമ്മൾ സഫാരി പോയിന്റിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ യാത്ര ചെയ്ത് ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ കാടിനുള്ളിലേക്ക് കയറുകയാണ്. ഇതാണ് ലക്കവള്ളിയിലെ എൻട്രൻസ് ഗേറ്റ് വരുന്നത്. അങ്ങനെ ഭദ്ര ടൈഗർ റിസർവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന കാടിൻ്റെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. നമുക്ക് ഈ ഒരു സഫാരി ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനുള്ള വെബ്സൈറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ചെറിയൊരു വാട്ടർ ബോഡിയുടെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഇതാണ് ചെറിയ ചൂളൻ താറാവുകൾ അഥവാ ചൂളൻ ഇരണ്ടകൾ എന്നൊക്കെ വിളിക്കുന്ന ലേസർ വീസ്ലിംഗ് ഡക്സ്. അങ്ങനെ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് കേട്ടോ. കാട് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈ ആണ്, കാരണം വേനലൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടിയ കുറച്ച് മനോഹരമായിട്ടുള്ള ആനിമൽസിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വന്നാലോ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ബാക്ക് വാട്ടർ ഏരിയയുടെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ആനിമൽസിനെ കാണാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനും മറ്റുമായിട്ട് പ്രത്യേകിച്ച് ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലുള്ളൊരു ഏരിയ ആണ്. അങ്ങനെ തന്നെ നമ്മൾ കുറേ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ആദ്യത്തെ കരടി സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കരടിക്കുട്ടൻ ഒരുപാട് നേരമൊന്നും നിന്ന് തന്നില്ല. വണ്ടിയുടെ സൗണ്ട് കേട്ടോണ്ടാണോ എന്തോ പെട്ടെന്ന് തന്നെ കാടിനുള്ളിലേക്ക് ഓടിപ്പോവാണ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ വിഷ്വൽസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും കരടിയുടെ സൈറ്റിംഗ് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ നമ്മുടെ സഫാരി വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഒരു വൈൽഡ് ബോർ നമ്മുടെ വണ്ടിയുടെ നേരെ ക്രോസ് ചെയ്ത് പോകുന്ന ഒരു സീനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്.
അങ്ങനെ കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയപ്പോൾ അടുത്ത ഒരു സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. മറ്റാരുമല്ല, വീണ്ടും കരടികളുടെ സൈറ്റിംഗ് തന്നെയാണ്. ഇത് 3 കരടികളുണ്ട് കേട്ടോ, 2 കുഞ്ഞുങ്ങളും ഒരമ്മ കരടിയും. പക്ഷേ വണ്ടി അടുത്തേക്ക് പോയപ്പോൾ തന്നെ അവർ പെട്ടെന്ന് ജീവനം കൊണ്ട് പേടിച്ചോടുകയാണ് ചെയ്തത്. നമുക്ക് ഈ വിഷ്വലി കാണാൻ പറ്റുന്നുണ്ട് അവർ പേടിച്ചോടുന്ന സീന്. ആക്ച്വലി വണ്ടി കുറച്ച് നേരം ഒന്ന് നിർത്തിയിട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നല്ല രീതിയിൽ ഇവരെ ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റിയാണ്. പക്ഷേ വണ്ടിയുടെ സൗണ്ട് കേട്ടതുകൊണ്ട് തന്നെ അവർ പേടിച്ച് ഓടുകയാണ് ചെയ്തത് കേട്ടോ. എന്തായാലും 3 പേരും കൂടെ ഓടിപ്പോകുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ. അങ്ങനെ നമുക്കിപ്പോൾ മൊത്തം ഈ ഒരു സഫാരിയിൽ ഇപ്പം 4 കരടികളെയാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും കുറച്ച് നാളുകളായിട്ട് നമുക്ക് എവിടെ പോയാലും കരടിയുടെ സൈറ്റിംഗ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അമ്മ കരടിയും കുഞ്ഞുങ്ങളും കൂടെ കാടിനുള്ളിലേക്ക് ഓടിപ്പോയിട്ടോ. അങ്ങനെ നമ്മുടെ സഫാരിയുടെ സമയം ഏകദേശം തീരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി തിരിച്ചു പോകുന്ന വഴി എന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇനിയും ഭദ്ര നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സർപ്രൈസസുകൾ വെച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് വഴിയെ കാണാം. അങ്ങനെ സഫാരിയുടെ അവസാനം നമുക്ക് കിട്ടിയത് ഒരു കരടി ഫൈറ്റാണ് കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത്. എന്തായാലും നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ. നമ്മൾ പറഞ്ഞ ആ ഫൈറ്റ് സീന് മുമ്പുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഇത്. നമ്മളെ സഫാരി വണ്ടി വന്ന് നിന്ന സമയത്തുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷമാണ് നമ്മുടെ ഫൈറ്റ് സീൻ വരിക. അപ്പോൾ എന്തായാലും കാത്തിരുന്നത് കാണാം. honey. തേൻ്റെ കൊതിക്ക ില്ല ഫുഡ് ജഗള. വിജയനെ ഫൈറ്റ് കിട്ടാനല്ലേ? Olha a coisa. Ah? Tinha.
അങ്ങനെ നമ്മൾ ജീപ്പ് സഫാരിക്ക് ശേഷം ഭദ്രയിലെ വിശാലമായിട്ടുള്ള ജലാശയത്തിൽ കൂടിയുള്ള ബോട്ട് സഫാരിക്ക് പോകാൻ തുടങ്ങുകയാണ്. നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ഭദ്രയിലെ ആ നിഗൂഢ സാന്നിധ്യമായിട്ടുള്ള കരിമ്പുലിയെ ഒന്ന് കാണുക എന്നുള്ളത്. നമ്മുടെ മാത്രമല്ല കേട്ടോ, ഈ ബോട്ട് സഫാരിക്ക് വന്നിട്ടുള്ള എല്ലാവരുടെയും ആഗ്രഹം അതുതന്നെയാണ്. അപ്പോൾ കരിമ്പുലിനെ കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു ബോട്ട് സഫാരി ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു യാത്രയിലേക്ക് സ്വാഗതം. ഈ ഒരു ബോട്ട് സഫാരി എന്ന് പറയുന്നത് ഭദ്ര ഡാമിൻ്റെ റിസർവോയറിൽ കൂടിയുള്ളൊരു യാത്രയാണ്. ഭദ്ര ടൈഗർ റിസർവിലെ ലക്കവള്ളി റേഞ്ചിൽ മാത്രമാണ് ഈ ഒരു ബോട്ട് സഫാരി അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈവനിങ് ബോട്ട് സഫാരിയിലെ കാഴ്ചകളാണ് കേട്ടോ. ധാരാളം മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനൊക്കെ എത്തുന്ന ആ ഒരു സമയം കൂടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഭദ്ര ടൈഗർ റിസർവ്, ഈ ഒരു പേരിന് പിന്നിലെ ഉറവിടം എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ കുദ്രേമുഖ് മലനിരകളിൽ നിന്നാണ് ഭദ്ര നദി ഉത്ഭവിക്കുന്നത്. ഈ നദി വന്യജീവി സങ്കേതത്തിൻ്റെ മധ്യഭാഗത്തൂടെ ഒഴുകുകയും ലക്കവള്ളിയിലെത്തുമ്പോൾ ഭദ്ര ഡാം വഴി ഒരു വലിയ റിസർവോയർ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. നദിയുടെ പേരിൽ നിന്നാണ് ഈ വനപ്രദേശത്തിന് ഭദ്ര എന്ന പേര് ലഭിച്ചത് കേട്ടോ. ഭദ്ര ടൈഗർ റിസർവ് എന്ന പേര് വരുന്നതിന് മുൻപ് ഈ ഒരു വന്യജീവി സങ്കേതം അറിയപ്പെട്ടിരുന്നത് മുത്തോടി വന്യജീവി സങ്കേതം എന്നായിരുന്നു കേട്ടോ. ഇതിൻ്റെ പഴയ പേരെന്ന് പറയുന്നത് 1951 മൈസൂർ സർക്കാർ ഈ ഒരു പ്രദേശത്തെ ജഗരാവാലി വന്യജീവി സങ്കേതം എന്ന് നാമകരണം ചെയ്തിരുന്നു. പിന്നെ അത് വിപുലീകരിച്ചിട്ട് 1974 ഇതിൻ്റെ പരിധി വർദ്ധിപ്പിക്കുകയും അങ്ങനെ മുത്തോടി വന്യജീവി സങ്കേതം എന്ന് പുനർനാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു. 1998 ഇതിനെ ഇന്ത്യയിലെ തന്നെ 25ാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചത്. അതിനുശേഷമാണ് ഇത് ഔദ്യോഗികമായിട്ട് ഭദ്ര ടൈഗർ റിസർവ് എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ഈ മുത്തോടി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രധാന ഗ്രാമത്തിൻ്റെ പേരാണ് കേട്ടോ. ഇന്നും സഫാരിക്കാണെങ്കിലും അതുപോലെ തന്നെ വനം വകുപ്പിൻ്റെ ഓഫീസിനുമൊക്കെ ആയിട്ട് ഭദ്രയുടെ തെക്ക് ഭാഗത്തുള്ള പ്രവേശന കവാടം, അതായത് എൻട്രൻസ് ഗേറ്റ് എന്ന് പറയുന്നത് മുത്തോടി എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ ഭദ്ര ടൈഗർ റിസർവിന് 2 എൻട്രൻസ് ഗേറ്റ് ഉണ്ട്, ഒന്ന് മുത്തോടിയും ഒന്ന് ലക്കവള്ളിയും. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ലക്കവള്ളിയിലാണ് കേട്ടോ. ഭദ്ര ടൈഗർ റിസർവിലെ ലക്കവള്ളി ഭാഗത്തുള്ള ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് റിവർ ടെൻ പക്ഷികളാണ്. എല്ലാ വർഷവും മാർച്ച് മുതൽ മെയ് വരെയുള്ള വേനൽക്കാലത്തിൻ്റെ ഈ ഒരു സമയത്താണ് ഭദ്രയിൽ ഇവരെത്തുക. റിസർവോയറിലെ വെള്ളം കുറയുമ്പോൾ തെളിഞ്ഞു വരുന്ന ചെറിയ മൺതിട്ടകളിലും ദ്വീപുകളിലുമൊക്കെയാണ് ഇവർ കൂട്ടമായിട്ട് ഉണ്ടാവുക. കർണാടക സർക്കാരിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു റിസോർട്ടാണ് റിവർ ടെൻ ലോഡ്ജ് എന്ന് പറയുന്നത്. ഈ പക്ഷികളോടുള്ള ആദര സൂചകമായിട്ടാണ് ആ റിസോർട്ടിന് അങ്ങനെ ഒരു പേര് തന്നെ നൽകിയിരിക്കുന്നത്. എന്തായാലും ലക്കവള്ളിയിലെ ഈ ഒരു ബോട്ട് സഫാരിയിൽ ഈ പക്ഷികളെ നമുക്ക് വളരെ അടുത്ത് തന്നെ കാണാൻ സാധിക്കും. എന്തായാലും ഫോട്ടോഗ്രാഫേഴ്സിനും വീഡിയോഗ്രാഫേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണിത്.
നമ്മൾ ഈ ഒരു ബോട്ട് സഫാരി എടുക്കാൻ തന്നെ കാരണം നമുക്ക് കരിമ്പുലിയുടെ സൈറ്റിങ് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പേരിലാണ്. പക്ഷേ നമ്മൾ ഒരുപാട് നേരം തിരഞ്ഞിട്ടും കരിമ്പുലിനെ കാണാത്തതിൽ ചെറിയൊരു നിരാശ തോന്നി തുടങ്ങിയപ്പോഴാണ് കാട് നമുക്ക് ആ വലിയൊരു സർപ്രൈസ് നൽകിയത്. അങ്ങനെ കരിമ്പുലിയെ തിരിഞ്ഞു പോയ ഞങ്ങളെ കാടൊട്ടും നിരാശപ്പെടുത്തിയില്ല. ഗാംഭീര്യത്തോടെ കടന്നു വരുന്ന ആ ആനകളും അവരുടെ കൂടെ കുസൃതി കാട്ടി ഓടുന്ന കുട്ടിയാനകളും. ലക്കവള്ളിയിലെ ഈ ഒരു സഫാരിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണിത്. ശരിയാണ്, കാടെപ്പോഴും അപ്രതീക്ഷിതമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടിയില്ലെങ്കിലും അതിലും വലിയ കാഴ്ചകൾ അത് നമുക്കായി ഒരുക്കി വയ്ക്കും. ലക്കവള്ളിയിലെ ഈ സുന്ദരമായ യാത്ര ഇവിടെ അവസാനിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.